നമസ്കാരം. ഇന്ന് എനിക്ക് പറയാനുള്ളത് യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടാണ്. അവർ ഏത് രീതിയിലും എപ്പോഴും എന്താവശ്യത്തിനും എങ്ങനെ വേണാലും സമരം ചെയ്തോട്ടെ, ഏത് ആവശ്യത്തിൻ്റെ മുകളിലും സമരം ചെയ്തോട്ടെ, എത്ര പ്രാവശ്യം വേണാലും സമരം ചെയ്തോട്ടെ. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമോ ഒന്നുമല്ല. ബട്ട് എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. സമരം ചെയ്ത് അവസാനിക്കുന്ന രീതി, പ്രത്യേകിച്ച് ഒരു മാർച്ചൊക്കെ നടത്തി അവസാനിക്കുമ്പം അതൊരു സംഘർഷത്തിൽ അവസാനിപ്പിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതാണ് ഒരു ഫിനിഷിംഗ് പോയിന്റ് എന്നാണ് കാണുന്നത്. അതാണ് ഒരു വിജയമാണ് അത് കാണുന്നത്. അതിനനുസരിച്ചാണ് പത്രക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത്, അതിനാണ് വാർത്താ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ പറയട്ടെ, അതിൽ നിന്നും മാറ്റി ചിന്തിക്കേണ്ട സമയമായി. സമൂഹത്തിന് ആ രീതിയിൽ ഒരു അവസാനിപ്പിക്കൽ താല്പര്യമില്ല. ആ രീതിയിൽ റോഡ് ബ്ലോക്ക് ആവുന്നതും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആ യുവാക്കളുടെ ഭാവി, അത് പോലീസ് കേസായാലും ശരി, അടിപിടിയിൽ അവർക്ക് ആരോഗ്യ പ്രശ്നമായാലും ശരി, ഇതിൽ വലിയ പ്രശ്നങ്ങളായിട്ടാണ് മാറി വരുന്നത്. എന്തിനാണോ സമരം ചെയ്തത് അതിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ അവസാനം ഒരു മാർച്ചോടെ കൂടി അവസാനിപ്പിച്ച് അത് നല്ല രീതിയിൽ പിരിയുകയും അതിന് അവസാനമായിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ പിന്നെ വേറെ സമര മുറകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഒരിക്കലും ഈ അടിപിടിയിൽ അവസാനിപ്പിച്ചാലേ അത് വിജയിക്കുള്ളൂ എന്നുള്ള ധാരണ മാറണം. ഇതിന് മെയിനായിട്ട് പത്രക്കാരെടുത്തുമുണ്ട്. കാരണം ഈ പത്രക്കാരടക്കം അവസാനം ഈ കല്ലേറിലും ലാത്തി ചാർജിലും പ്രതീക്ഷ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് അതിന് വാർത്താ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ഈ രീതിയിൽ സമരം അവസാനിപ്പിക്കേണ്ടി വരുന്നത്. കാരണം അതിന് പകരം നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ മാധ്യമ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രസ്ഥാനങ്ങൾ ആ രീതിയിൽ അവസാനിപ്പിക്കുകയായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇത് പറയുമ്പം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാന നേതാക്കൾക്കും ചിലപ്പോൾ ദേഷ്യം വരാം, ചിലപ്പം എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരാം. ബട്ട് ആഴത്തിൽ ചിന്തിച്ചാൽ സമൂഹത്തിന് ഇഷ്ടം ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പറയുന്ന യുവാക്കൾക്ക് ഈ രീതിയിലാണ് അത് കാണാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിൽ ആ രീതിയിൽ ഇത് അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.